സുഭാഷിതം. ഒരു കൊച്ചു നാട്ടുകഥ പറയാം. 2 പെൺമക്കളുള്ള ഒരച്ഛൻ്റെ കഥയാണ്. 2 പേരെയും കല്യാണം കഴിച്ചയച്ചു. മൂത്തവൾ കൃഷിക്കാരൻ്റെ ഭാര്യയായി. ഇളയവൾ ഒരു മൺപാത്ര നിർമ്മാണക്കാരൻ്റെയും. കുറെ കാലത്തിന് ശേഷം അച്ഛനും അമ്മയും മക്കളെ സന്ദർശിക്കാൻ പുറപ്പെട്ടു. സുഖാന്വേഷണങ്ങൾക്ക് മറുപടിയായി മൂത്ത മകൾ പറഞ്ഞു, ഞങ്ങൾക്കിവിടെ സുഖമാണച്ഛാ, ഒരു വിഷമമേയുള്ളൂ. പാടത്ത് വിത്തിട്ടിരിക്കുകയാണ്. വെയിലിനോ ആണെങ്കിൽ ശക്തി കൂടിക്കൂടി വരുന്നു. നല്ലൊരു മഴ ഉടനെ കിട്ടിയില്ലെങ്കിൽ വിത്തെല്ലാം കരിഞ്ഞു പോകും. അതിനാൽ നല്ലൊരു മഴ കിട്ടുന്നതിന് വേണ്ടി അച്ഛനും അമ്മയും പ്രാർത്ഥിക്കണം. അങ്ങനെ ആകട്ടെ മകളെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2ാമത്തെ മകളുടെ വീട്ടിലെത്തി. അവളും ഭർത്താവും പുതുതായി നിർമ്മിച്ച മൺപാത്രങ്ങൾ വെയിലത്ത് ഉണങ്ങാൻ നിരത്തിയിരിക്കുകയായിരുന്നു. അടുത്ത ആഴ്ചയിലെ ഉത്സവച്ചന്തയിൽ വിറ്റഴിക്കാനുള്ളതാണവ. ഇളയവളോട് സുഖാന്വേഷണം നടത്തിയപ്പോൾ അവളും പറഞ്ഞു, ഞങ്ങൾക്കും കുട്ടികൾക്കും ഇവിടെ സുഖമാണച്ചാ. ഇപ്പോഴൊരു പ്രശ്നമുള്ളത് മഴയെപ്പറ്റിയുള്ള ഭയമാണ്. ഈ മൺപാത്രങ്ങൾ കണ്ടില്ലേ, അത് ഉണങ്ങിക്കിട്ടണ്ടേ. ഒരാഴ്ചത്തേക്കെങ്കിലും മഴ പെയ്യാതിരുന്നാലേ ഞങ്ങൾ രക്ഷപ്പെടൂ. അതിനായി അച്ഛനും അമ്മയും നന്നായി പ്രാർത്ഥിക്കണേ. ശരി മോളെ എന്ന് പറഞ്ഞ് അവർ സ്വന്തം ഗ്രാമത്തിലേക്ക് മടങ്ങി. യാത്രക്കിടയിൽ ഭർത്താവ് ഭാര്യയോട് ചോദിച്ചു, നീ കേട്ടില്ലേ, മകളുടെ ആഗ്രഹം 2 പേരുടെയും ഭിന്നമാണ്. മൂത്തവൾക്ക് ഉടനെ തന്നെ മഴ കിട്ടണം. ഇളയവൾക്കാണെങ്കിൽ ഒരാഴ്ചത്തേക്കെങ്കിലും മഴ പെയ്യാതിരിക്കണം. നാം ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിക്കുക? സ്വന്തം കാര്യങ്ങളിലേ എല്ലാവർക്കും ശ്രദ്ധയുള്ളൂ. പ്രകൃതിയിൽ വേറെ എത്രയോ മനുഷ്യരും ജീവജാലങ്ങളും ഇല്ലേ? അവരുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചു കൊടുക്കാൻ ദൈവത്തിനു പോലും പ്രയാസമാണ്. കാലാവസ്ഥ മാറി മാറി വരും. അതൊരു പ്രകൃതി നിയമമാണ്. അതിൻ്റെ സുഖമെന്നതുപോലെ ദുഃഖവും നാം സഹിച്ചേ പറ്റൂ. പ്രകൃതി നിയമങ്ങൾക്കനുസരിച്ച് ലളിതമായി ജീവിക്കുകയും ദൈവത്തിൻ്റെ ഇച്ഛ നിറവേറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയുമാണ് ഉത്തമം. അതിനാൽ ലോകത്തിലെ സമസ്ത ജനങ്ങൾക്കും സുഖം വരണേ എന്ന് മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ എന്ന് ആ പിതാവ് പുഞ്ചിരിയോടെ ഭാര്യയോട് ചോദിച്ചു. അവരും ചിരിച്ചു. അതെ, ഇതാണ് ശരിയായ കുടുംബ പ്രാർത്ഥന. വസുധൈവ കുടുംബകം, ലോകം മുഴുവൻ തൻ്റെ കുടുംബമായി കാണണമെന്ന് പറഞ്ഞ ഭാരതം ഇതിനൊരു മാതൃകയാണ്. ലോകാസമസ്താ സുഖിനോ ഭവന്തു എന്ന ലോകത്തിലെ ജീവജാലങ്ങൾ ഉൾപ്പെടെ സകല ജനങ്ങൾക്കും സുഖമുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയും ഭാരതത്തിൻ്റെ സ്വന്തമാണ്. പുതിയ കാലത്തും ആ പ്രാർത്ഥന സിനിമാ ഗാനരൂപത്തിൽ ചിലപ്പോൾ നമ്മുടെ ചെവിയിൽ എത്താറുള്ളതിനെ കൂടി ഓർമ്മിപ്പിക്കാം. ശ്രദ്ധിച്ചാലും, ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ, കദന നിവാരണ കനിവിന്നുറമേ കാട്ടിൻ നടുവിൽ വഴിതെളിക്കൂ. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. സുഭാഷിതം. അവതരിപ്പിച്ചത് PI ശങ്കരനാരായണൻ.